കുഞ്ഞുനാൾ മുതലേ പുസ്തകങ്ങളെന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ്. എൻ്റെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങിച്ചിട്ട് തിരികെ തരാത്തവരോട് ആ പേരിൽ തന്നെ ഞാൻ പിണങ്ങിയിട്ടൊക്കെയുണ്ട്. ഈ പ്രത്യേക ഇഷ്ടം കൊണ്ടായിരിക്കും കുറച്ച് വർഷം മുമ്പ് വീട് റിനോവേറ്റ് ചെയ്യുന്ന സമയത്ത് പുസ്തകങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി മാത്രം ഞാനൊരു ഷെൽഫൊക്കെ പണിത് വെച്ചു. ഈ പുസ്തകങ്ങളിൽ ചിലതൊക്കെ പല കാലങ്ങളിലായിട്ട് പ്രിയപ്പെട്ടവർ സ്നേഹോപഹാരമായിട്ട് തന്നതാണ്. ചിലതൊക്കെ മത്സരങ്ങൾക്ക് സമ്മാനമായിട്ട് കിട്ടിയതാണ്. കുറേയൊക്കെ ഞാൻ പല കാലങ്ങളിലായിട്ട് വാങ്ങിച്ച് സൂക്ഷിച്ചതും ഒക്കെയാണ്. ഇതിനിടയിൽ കുഞ്ഞുനാളിൽ ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ സി.പി. പള്ളിപ്പുറത്തിൻ്റെയും മാലിയുടെയൊക്കെ പുസ്തകങ്ങൾ എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണെങ്കിലും ഗൃഹാതുരതയോടെ ഞാൻ താലോലിക്കുന്ന പുസ്തകങ്ങൾ ഇപ്പോഴും പഴയ റഷ്യൻ കഥകളാണ്. പണ്ട് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന കാലത്ത് രാധിക പബ്ലിക്കേഷൻസ് അച്ചടിച്ച കഥകൾ. കടലാസിൻ്റെയും പ്രിൻറ്റിങ്ങിൻ്റെയും ക്വാളിറ്റി, അതുപോലെ ലോകോത്തര ചിത്രകാരന്മാരുടെ അതീവ സുന്ദരമായിട്ടുള്ള ഇല്ലുസ്ട്രേഷൻസ്, ഇതൊന്നും നമുക്ക് പറയാതെ വയ്യ, അത്ര മനോഹരമായിരുന്നു. അതിൽ മായാലോകം പ്രശസ്തരായിട്ടുള്ള കുറച്ച് റഷ്യൻ എഴുത്തുകാരുടെ കഥകളുടെ കളക്ഷനാണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഭാവനയുടെ മായാലോകത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു സൃഷ്ടി. അത് വായിക്കുന്ന കുട്ടികളിൽ മാന്ത്രിക ശക്തിയുള്ള ഒരു സമാന്തര ലോകം അവർക്ക് മുന്നിലേക്ക് തുറന്നിടുക എന്ന് തന്നെ നമുക്ക് പറയാം. അതുപോലെ വലിയ ഹൃദയം, 13കാരനായിട്ടുള്ള ഒരു ധീരബാലൻ്റെ പോരാട്ട വീര്യത്തിൻ്റെ കഥ പറയുന്നൊരു സൃഷ്ടി. ഈ ഒരു പ്രതീക്ഷയിൽ ഞാൻ ഈയിടെ കുറച്ചു കാലം മുമ്പ് നമ്മുടെ നാട്ടിൽ നിന്ന് പഴയ കഥകളായിട്ടുള്ള ചുക്കും ഗെക്കും അതുപോലെ റഷ്യൻ നാടോടി കഥകളൊക്കെ വാങ്ങിച്ചു. പക്ഷേ അതിൻ്റെ പ്രസൻറ്റേഷനും പ്രിൻറ്റിങ് ക്വാളിറ്റിയൊക്കെ എന്നെ നിരാശപ്പെടുത്തി എന്ന് പറയേണ്ടി വരും. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ബാലസാഹിത്യ സൃഷ്ടികൾ ഉണ്ടാക്കുമ്പോൾ അതിൽ അവരെ ആകർഷിക്കുന്ന തരത്തിലുള്ള വർണ്ണശബളമായിട്ടുള്ള ചിത്രങ്ങൾ കൂടെ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ, അതിലൊരു പ്രത്യേക ജാഗ്രത പാലിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു പോവുകയാണ്. അതുപോലെ പണ്ട് എൻ്റെ കയ്യിൽ നിന്ന് അശ്രദ്ധ കൊണ്ട് തന്നെ നഷ്ടപ്പെട്ടു പോയ പാടുന്ന തൂവൽ, പപ്രശനായ കുരുവി, ഈ പുസ്തകങ്ങളിലേക്ക് ഇല്ലുസ്ട്രേഷൻസ് കണ്ടപ്പോഴാണ് വായിക്കുന്നതോടൊപ്പം എനിക്ക് വരയ്ക്കണമെന്നുകൂടെ ഒരു മോഹം കലശലായത്. പണ്ട് കവി പാടിയ പോലെ പൂക്കാതിരിക്കാൻ എനിക്ക് ആവതില്ല, അതുപോലെ ഇത് വായിച്ചപ്പോൾ വരയ്ക്കാതിരിക്കാൻ എനിക്ക് ആവതില്ല എന്ന് തോന്നും വിധം ഹൃദയഹാരിയായിട്ടുള്ള ചിത്രങ്ങളായിരുന്നു. പഴയ സ്കാൻഡിനേവിയൻ നാട്ടുമ്പുറങ്ങളുടെ ദൃശ്യഭംഗിയും വരകളുടെ സൂക്ഷ്മതയിൽ പുലർത്തുന്ന ഒരു ജാഗ്രതയും അതിൻ്റെ തനിമ നഷ്ടപ്പെടാതെ തന്നെ അത് പുസ്തകങ്ങളിലേക്ക് പകർത്തുന്നതിൽ പ്രസാധകർ കാണിക്കുന്ന ഒരു ഡെഡിക്കേഷനും ഒക്കെ നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കേണ്ടതാണ് എന്ന് പറയേണ്ടി വരും. ആ പുസ്തകങ്ങളിൽ നിന്നൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ സ്വയം പകർത്തിയ ചില ഇല്ലുസ്ട്രേഷൻസ് ഉണ്ടായിരുന്നു. അതിൽ 1-2 ഇപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് കൈമോശം വരാതിരിപ്പുണ്ട്. ആ ചിത്രങ്ങളുടെയൊക്കെ ഒറിജിനൽ വേർഷനോട് 1% പോലും നീതി പുലർത്താൻ ഒരുപക്ഷെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ വർണ്ണങ്ങളുടെ ലോകത്തേക്ക് എന്നെ കൈപിടിച്ചുയർത്തിയതും എൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയതും ആ പഴയ റഷ്യൻ നാടോടിക്കഥകളാണെന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും.